നമ്മളുടെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മാസ്റ്റേഴ്സായ നമ്മുടെ ലെജൻഡുകളായ ഡോക്ടർ ഹനിമാൻ, ഡോക്ടർ ഹാമർ എന്നിവരെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ അറിവുകൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ഇന്ന് ഞാൻ എഴുതിയിരുന്നത് പോലെ ഇന്നത്തെ എൻ്റെ വിഷയം മോർസൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു. അതിനു മുമ്പ് ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ് എടുത്തിരുന്നു. അപ്പം നമ്മൾ മോർസൽ കോൺഫ്ലിക്റ്റ് ലാസ്റ്റ് ഏറ്റവും ഓൾഡ് ബ്രെയിനിന്റെ കോൺഫ്ലിക്റ്റ് ആണ് മോർസൽ കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ട് മോർസൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഭക്ഷണ പ്രശ്നം, വയറ്റുപിഴപ്പ്, ചങ്ക് കോൺഫ്ലിക്റ്റ് എന്നും അതിനെ പറയാറുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്തിനാണ് ഇത്രമാത്രം കൂടുതൽ സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഭക്ഷണ പ്രശ്നമല്ലേ. പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഭക്ഷണം എന്ന് പറയുന്നത് മൃഗലോകത്താണ് യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണമുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ആ രീതിയിലല്ല. അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇപ്പം കൂടുതലായിട്ട് ഒരു ക്ലാസ് പങ്കെടുത്തുന്നവരുണ്ട്, 2 ക്ലാസ് പങ്കെടുത്തവരുണ്ട്, കുറച്ച് പേര് ആദ്യമായിട്ട് വരുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ 215 മെമ്പർമാരുള്ള പോലെ. അതിനാൽ തന്നെ നമുക്ക് ഓരോ തവണ പോകുമ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇപ്പം GSKയുടെ അല്ലെ GNMന്റെ 5 ബയോളജിക്കൽ ലോസ് നമുക്ക് ഒറ്റയടിക്ക് സംസാരിച്ചു പോകാം. 5 ജൈവിക നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് GSK ഉണ്ടായിരിക്കുന്നത്. ഹോമിയോപ്പതിയിൽ അത് നമുക്ക് അറിയാം, നമ്മളെ 7 പ്രിൻസിപ്പിളാണ്. 4 ഡോക്ട്രിനിലും 3 ലോസും. സിമിലിയ സിമിലിബസ് ക്യുറൻഡർ, ലോ ഓഫ് സിമിലിമം, ലോ ഓഫ് സിമിലാർ, ലോ ഓഫ് വൈറ്റൽ, ഡോക്ട്രിൻ ഓഫ് വൈറ്റൽ ഫോഴ്സ്, ലോ ഓഫ് സിംപ്ലക്സ്, അങ്ങനെയുള്ള ഡോക്ട്രിൻ ഓഫ് ഡൈനമൈസേഷൻ എന്നുള്ള ആ നിയമങ്ങൾ പോലെ GSKയിൽ 5 ജൈവിക നിയമങ്ങൾ. ഈ 5 ജൈവിക നിയമങ്ങൾ ഏതൊരു കേസിലും ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണെങ്കിലും, നമ്മൾക്ക് അറിയാവുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിലും, നമ്മുടെ രോഗികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിലും, ഈ 5 നിയമങ്ങളിൽ ആ നിയമങ്ങൾ ഓരോ രോഗത്തിലും ഒന്ന് കാണാൻ തുടക്കകാലത്തൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ആ 5 നിയമങ്ങൾ ഇതാണ്. ഒന്ന്, ദ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങളെല്ലാം തന്നെ ഒരു കൺഫ്ലിക്റ്റോടു കൂടി, ഒരു സംഘർഷത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. സംഘർഷം പെട്ടെന്നുണ്ടാകുന്ന ഒറ്റപ്പെട്ട അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ജീവിത സംഘർഷങ്ങൾ, അത് ചെറുതും വലുതുമായ ജീവിത സംഘർഷങ്ങൾ മൂലം മാത്രമാണ് ഒരു രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നത്. GNM അനുസരിച്ചിട്ട് രോഗങ്ങൾ എന്ന ഒരു വാക്കില്ല. നമ്മൾ ഇത്രയും കാലം പഠിച്ചു വെച്ചിരുന്നത് രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മാൽഫങ്ഷനാണ്, ശരീരത്തിന്റെ ഒരു മാൽഫങ്ഷനാണെന്നും അത് നമുക്കിട്ട് ഒരു പണി തരാൻ അല്ലെങ്കിൽ നമുക്ക് തകരാറുണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്നതിനായിട്ടുണ്ടാകുന്നതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് രോഗങ്ങളെ പറ്റി ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ജീവിതവും മരണവും തമ്മിൽ ഒരു വടംവലിയാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വടംവലിയിൽ എപ്പോഴാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ആ വടംവലിയിൽ തോറ്റു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള അതല്ല, മറിച്ച് ഈ നമ്മൾ GSKയുടെ ആശയം അനുസരിച്ച് അല്ലെ GNMന്റെ ആശയം അനുസരിച്ചിട്ട് ഇതൊരു വടംവലിയൊന്നുമല്ല, മറിച്ച് പ്രകൃതി അത് അല്ലെങ്കിൽ ക്രിയേറ്റർ നമുക്കായിട്ട് നമ്മളെ നിലനിർത്തുന്നതിനായിട്ട് ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടക്കും. അങ്ങനെ ഉണ്ടാകുന്ന ശരീരത്തിന്റെ പ്രോഗ്രാമുകളാണ് സോ കോൾഡ് ഡിസീസ് എന്ന് പറയുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലോ ആണ് ദ കോൺഫ്ലിക്റ്റ്. അതിന് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന് പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായി ഒറ്റപ്പെട്ട അപ്രതീക്ഷിത സമയത്തുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ. അതാണ് ഹോമിയോപ്പതിയിലെ അഫോറിസം 16 പറയുന്ന കൺസെപ്ച്വൽ ഡൈനാമിക് ഡിറേഞ്ച്മെന്റ് എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. പക്ഷെ എന്താണ് ഡിറേഞ്ച്മെന്റ് എന്ന് വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന സയൻസാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഹോമിയോപ്പതിയിലുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് ആണ്
GSK എന്നുള്ളത്. അത് നമ്മളുടെ ഒരു ആശയമാണ്. പക്ഷെ GSK ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയുകയും വളരുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഹോമിയോപ്പതി എന്നൊരാശയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇല്ല. പക്ഷേ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ഹോമിയോപ്പത്സിന് ഈ ഒരു ആശയത്തോടു കൂടി വളരെ, കാരണം ഹോമിയോപ്പതി എപ്പോഴും മൈൻഡിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് കൊണ്ട് ഈ ഒരു ആശയം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന, അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഹോമിയോപ്പതി ഡോക്ടർമാർ. പക്ഷെ മറ്റുള്ളവർക്കും ഇത് സാധ്യമാണ്. അപ്പം ആദ്യത്തെ നിയമമാണ് ദ കൺഫ്ലിക്റ്റ്. രണ്ടാമത്തേത് ആണ് ദ 2 ഫേസ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും അതല്ലെങ്കിൽ എല്ലാ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാമിനും SBS-നും 2 ഫേസ് ഉണ്ടായിരിക്കും. ഒന്ന് ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ഓർ CA ഫേസ് എന്ന് വിളിക്കുന്നു. CA ഫേസിന് അതിൻ്റെതായ ലക്ഷണങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ശരീരത്തിന്, അതിന് CA ഫേസിന് ഒരു കോൾഡ് ഫേസ് എന്ന് വിളിക്കാറുണ്ട്. ശരീരത്തിന് തണുപ്പായിരിക്കും, കൈകൾക്ക് തണുപ്പായിരിക്കും, ഉറക്കമില്ലാതിരിക്കും. ഉറങ്ങുവാണെങ്കിൽ തന്നെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഉറങ്ങുകയും ലേറ്റ് ഭാഗത്ത് എണീക്കുകയും ചെയ്യുക. ഈ ഉണ്ടായ സംഘർഷത്തെ പറ്റി മാത്രം വിചാരിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം എപ്പോഴും ഒരു ആക്റ്റീവായിട്ട് അലേർട്ടായിട്ടിരിക്കുക. അതല്ലെങ്കിൽ അതിനെ നമ്മൾ നെർവസ് സിസ്റ്റത്തിന്റെ കൺട്രോളിൽ പറയുകയാണെങ്കിൽ അതിന് സിമ്പതറ്റിക്കോട്ടോണിയ എന്ന് പറയും. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും. നമ്മൾ എപ്പോഴും എന്തോ ഇമിനന്റ് ഡേഞ്ചർ, എന്തോ ഒരു തകരാറിനകത്ത് നമ്മൾ നിൽക്കുന്ന രീതിയിലായിരിക്കും എപ്പോഴും ആ വ്യക്തി പോകുന്നത്. അതാണ് രണ്ടാമത്തെ നിയമം. സോ നമ്മൾ എല്ലാ ഡോക്ടർമാരും മറ്റുള്ള എല്ലാ ആൾക്കാരും തന്നെ പറയാറുണ്ട്, ആ മരുന്ന് കഴിച്ചു കുറഞ്ഞു, അല്ലെങ്കിൽ ഈ ടിഞ്ചർ കഴിച്ചു കുറഞ്ഞു, അതല്ലെങ്കിൽ ഈ രീതിയിൽ കുറഞ്ഞു. ഏത് രീതിയിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് മൊഡാലിറ്റി കൊണ്ടും രോഗങ്ങൾ കുറയുന്നുണ്ട്. അതിൻ്റെ ഒരു അർത്ഥമാണ് ഒരു വ്യക്തി അയാളുടെ രണ്ടാമത്തെ സ്റ്റേജായ കൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജ് ഓർ കൺഫ്ലിക്റ്റോലൈസിസ് ഹീലിംഗ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ആ കണ്ടീഷൻസിനെ തന്നെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. മിക്കവാറും ഉള്ള രോഗികൾ ആ സ്റ്റേജിലായിരിക്കും നമ്മുടെ അടുത്ത് എത്തുന്നത്. അത് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ അവര് നോർമലൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അത് നമുക്ക് തിരിച്ചറിയാതെ അതൊരു വലിയ തകരാറാണെന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നമുണ്ടാകുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഹോട്ട് സ്റ്റേജ് എന്ന് പറയും. ഫസ്റ്റ് സ്റ്റേജ് കോൾഡ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ഹോട്ട് സ്റ്റേജ്, അതല്ലെങ്കിൽ ഒരു വേഗോട്ടോണിക് സ്റ്റേജും എന്നും സെക്കൻഡ് സ്റ്റേജിനും പറയാറുണ്ട്. അപ്പം ആദ്യത്തേത് ദ കൺഫ്ലിക്റ്റ്, രണ്ടാമത്തേത് സ്റ്റേജസ് ഓഫ് ഡിസീസ്, മൂന്നാമത്തേത് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ. ശരീരത്തിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അവയവങ്ങളും ഉണ്ടായിരിക്കുന്നത് 3 ജേർമിനൽ ലെയറുകളിൽ നിന്നാണ്. അതായത് വിത്തുകോശങ്ങളിൽ നിന്ന്. എക്ടോഡെയിം, എൻഡോഡെയിം ആൻഡ് മീസോഡെയിം. ശരീരത്തിനുള്ളിലുള്ള എൻഡോഡെയിമും സംയോജക കലകൾ അഥവാ മീസോഡെയിമും പിന്നെ എക്ടോഡെയിം, ശരീരത്തിന്റെ പുറത്തുള്ള ആവരണമായ എക്ടോഡെയിം. അല്ലെ, ഈ 3 കോശങ്ങളിൽ നിന്നാണ് ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ്. അതിൽ ഒരു പ്രത്യേക ജേം ലെയറിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ രോഗമുണ്ടാകുകയുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻഡോഡെയം എന്ന് പറയുമ്പോൾ ബ്രെയിൻ സ്റ്റം കൺട്രോൾ ചെയ്യുന്ന, ഓൾഡ് ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന എൻഡോഡെയിമിന് എല്ലാ രോഗങ്ങളും അതിന്റെ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ ഫോർമേഷൻ, ഒരു മുഴയുണ്ടാകലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ എൻഡോഡെർമൽ ടിഷ്യൂസിലാണെങ്കിൽ അത് കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ് ആണെന്ന് മനസ്സിലാകാം. കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ ആ സെല്ലുകൾ നഷ്ടപ്പെടുന്നു, അൾസറേഷൻസ് ഉണ്ടാകുന്നു, നോർമലിലേക്ക് തിരിച്ചു പോകുന്നു. ഇതിനെപ്പോഴും ഒരു ഹിൻഡറൻസ്, തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ ഈ കൺഫ്ലിക്റ്റ് എപ്പോഴും ഹാങ്ങിങ് കൺഫ്ലിക്റ്റ് ആയിട്ട് പോകാറുണ്ട്. അതായത് ഒരിക്കലും മാറാത്ത കൺഫ്ലിക്റ്റ്. അത് പലപ്പോഴും നമ്മളൊരു കൺഫ്ലിക്റ്റിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലം, അതായത് ഓരോ കൺഫ്ലിക്റ്റിനും നമ്മൾ ഇരയാകുമ്പോഴും അസോസിയേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിൽ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാകും. ഒരു ബ്രെയിൻ രജിസ്ട്രേഷൻ എന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആ ബ്രെയിൻ രജിസ്ട്രേഷന്റെ ഭാഗമായിക്കൊണ്ടും പിന്നീട് നമ്മൾ അതേ സാഹചര്യങ്ങളിൽ അതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നതിനെയാണ് നമ്മൾ ഹാങ്ങിങ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേജാണ് ഹാങ്ങിങ് ഹീലിംഗ്. രോഗം പൂർണ്ണമായിട്ടും മാറുന്നതിനുള്ള ഒരു അവസരമില്ലാതെ അത് തിരിച്ചു വരികയും അതല്ലെങ്കിൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിലേക്കും
ഹീലിംഗ് സ്റ്റേജിലേക്ക് മാറി മാറി നിന്നിട്ട് ഹാങ്ങിങ് ഹീലിംഗ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഈ പറഞ്ഞ സ്റ്റേജുകളെല്ലാം, ഇതാണ് 3 സ്റ്റേജിൽ 5 നിയമങ്ങളിലെ 3-ാമത്തെ സ്റ്റേജാണ് ഇത്. നാലാമത്തെ നിയമമാണ് ദ ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. ശരീരത്തില് മൈക്രോബ്സിന്റെ പ്രസൻസ്. ഹോമിയോപ്പതി സിദ്ധാന്തം അനുസരിച്ചിട്ട് ഹനിമാൻ വർഷങ്ങൾക്ക് മുമ്പേ, മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് മുമ്പേ മെറ്റീരിയ പെക്കാൻസ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ഒരു മൈക്രോബ്സ് ആണ്. അത് വൈറസ് ആണോ ബാക്ടീരിയ ആണോ എന്ന് പറഞ്ഞു. കാരണം മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് മുമ്പാണ് ഹനിമാൻ ഈ ഒരു ആശയം പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർ ഹാമറിന്റെ കാലഘട്ടമായപ്പോഴത്തേനും അതിൽ ഓരോ ജെർമിനൽ ലെയറിലും ഓരോ തരത്തിലുള്ള മൈക്രോബ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ഈ പ്രസൻസ്, ഈ മൈക്രോബ്സിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ പറ്റിയാണ് 4-ാമത്തെ നിയമം സൂചിപ്പിക്കുന്നത്. എൻഡോഡേമിൽ ഉണ്ടാകുന്ന ഹീലിംഗ് സ്റ്റേജിൽ എൻഡോഡേമിൽ ഫംഗസ് ഉണ്ടാകും. കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ എൻഡോഡേമിൽ ഈ സെൽ പ്രോലിഫറേഷൻ അല്ലെങ്കിൽ ട്യൂമർ ഫോർമേഷന്റെ സമയത്ത് ഫംഗസിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് വളർത്തും. അത് ബ്രെയിനാണ് വളർത്തുന്നത്. അതായത് ഏത് തരത്തിലുള്ള മൈക്രോബ്സിനെ നിയന്ത്രിക്കുന്നത് ശരീരം തന്നെയാണ് എന്നുള്ള ഒരു ആശയമാണ് ഡോക്ടർ ഹാമർ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. എക്ടോഡേമിൽ അത് വൈറസ് ആണ്. എക്ടോഡേമൽ സെല്ലുകളിൽ വൈറസ്, മീസോഡേമൽ സെല്ലുകളിൽ അത് ബാക്ടീരിയ ആണ്. അത് ന്യൂ മീസോഡേമിലും ഓൾഡ് മീസോഡേമിലും വൈറസിന്റെയും ബാക്ടീരിയയുടെയും പ്രസൻസ് ഉണ്ടാകുന്നുണ്ട്. ഇതാണ് 4-ാമത്തെ നിയമം. അപ്പം ദ കൺഫ്ലിക്റ്റ്, 2 സ്റ്റേജസ് ഓഫ് ഡിസീസ്, ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ്, 4 ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. 5-ാമത്തെ ദ ക്വിൻഡിസെൻസ്, മീൻസ് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്, ദ പർപ്പസ്, ദ മീനിങ് ഓഫ് ദിസ് പ്രോഗ്രാം. ഈ മീനിങ് അല്ല, അതാണ് ക്വിൻഡിസെൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുണ്ടാകുന്നു? ദ പർപ്പസ് ഓഫ് ദിസ് ഫോർമേഷൻ ഓഫ് ന്യൂ സെൽസ്. അതായത് ശരീരത്തിൽ ഒരു മുഴ ഉണ്ടാകുകയാണെങ്കിൽ ആ മുഴ എന്തിനാണ് ഉണ്ടായത്? അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് ഒരു സെല്ല് നഷ്ടപ്പെട്ടു, ഒരു അൾസർ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് അൾസർ ഉണ്ടായത് എന്ന് പറയുന്നു. അതായത് ഈ 4 നിയമങ്ങളുടെയും ഒരു കോൺഗ്ലോമറേഷൻ, ഒരു കൂടിച്ചേരലാണ് 5-ാമത്തെ നിയമം, പരമപ്രധാനമായ കേസ്. അതായത് ക്വിൻഡിസെൻസ് എന്നുള്ള വാക്ക് പരമപ്രധാനം എന്നുള്ളതാണ്. അപ്പം ഈ 5 നിയമങ്ങളാണ് എപ്പോഴും നമ്മുടെ അടുത്തെത്തുന്ന ഓരോ രോഗിയിലും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തെത്തുന്ന ഓരോ പേഷ്യൻറ്റിലും, നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളിലും ഈ 5 നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കുക. അത് പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സയൻസിന്റെ എന്താണ് ദ ബ്യൂട്ടി, അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഹോമിയോപ്പതി നിയമങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 5 നിയമങ്ങൾ. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. മോർസൽ കൺഫ്ലിക്റ്റിനെ പറ്റി നമ്മൾ എൻഡോഡെർമൽ കോൺഫ്ലിക്റ്റുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഓരോ സെല്ലുകളിലും ഉണ്ടാകുന്ന കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ മോർസൽ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ പ്രശ്നം. എന്താണ് ഭക്ഷണ പ്രശ്നം? മൃഗങ്ങളുടെ ലോകത്തിൽ ഭക്ഷണം മാത്രമാണ്. ശരിക്കും മൃഗങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവർ രാവിലെ, പക്ഷികളാണെങ്കിൽ ഭക്ഷണത്തിന്, പക്ഷികളെ നമ്മൾ നോക്കൂ, വിതയ്ക്കാതെ കൊയ്യാതെ ഭക്ഷണം തേടി നടക്കുന്നു. അതിനുശേഷം ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുക, ഭക്ഷണം തേടുക, ഇണയെ കണ്ടെത്തുക. ഈ 3 കാര്യമേ ലോവർ ഫോർസ് ഓഫ് ആനിമൽസിലുള്ളൂ. അതിൽ എവല്യൂഷൻസിൽ ഓരോ മൃഗവും അല്ലെ ഓരോ ആനിമലും മുന്നേറുന്നതനുസരിച്ചിട്ട് അവരുടെ സോഷ്യൽ ബിഹേവിയറിലും മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള സ്പീഷീസ് നമുക്ക് ഉണ്ട്. അതിൽ മമേൽസിലെത്തുമ്പോൾ, ഇപ്പോൾ മുട്ടയിടുന്ന ജീവികൾ, അതല്ലെങ്കിൽ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ജീവികൾ അഥവാ മാമൽസിൽ വരുമ്പോഴാണ് ഏറ്റവും പരിണാമത്തിന്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലെത്തുന്ന മാമൽസാണ്. ഈ മാമൽസിലെ ഏറ്റവും വലിയ
വ്യത്യാസം മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ കൂടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഹേർഡ്, ഒരു കൂട്ടത്തിനകത്ത് നിന്നും പുറത്താക്കപ്പെടുക എന്നത് പോലും അവരുടെ ഒരു തകരാറാണ്. അപ്പം നമ്മളിപ്പോൾ ഈ മോർസൽ കൺഫ്ലിക്റ്റിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇവിടെയാണ് നമുക്കുള്ളത്. നമുക്ക് ഭക്ഷണം എന്നാൽ എന്താണ്? ഭക്ഷണം എന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മളുടെ ജോലി, നമ്മളുടെ വരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത്, ഇതെല്ലാം മോർസൽ കൺഫ്ലിക്റ്റിൽ വരും. നമ്മൾ ഓരോരുത്തർ ചില പഴയ കാലത്ത് പറയാറില്ലേ, ഇപ്പം ഒരു 50 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 100 കൊല്ലം മുമ്പ് മനുഷ്യരുടെ ജീവിതത്തിൽ കൃഷിയും വീടും മാത്രമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൃഷി ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ 50 കൊല്ലം മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം ഒരു 10,000 വർഷം മുമ്പത്തെ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട് മനുഷ്യൻ നടന്ന കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹണ്ടർ ഗാദറേഴ്സ് മീൻസ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, വേട്ടയാടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ, ഒരു ശത്രുവിനെ നേരിടുക, രാവിലെ എവിടുന്നാണ് കിടക്കുന്ന സമയത്ത് പാർപ്പിടമില്ല, എവിടെയാണ് കൂട്ടമായിട്ട് താമസിക്കുമ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ കിടന്നുറങ്ങി, അവിടെ നിന്ന് എണീറ്റ രാവിലെ മുതലേ അവർ വേട്ടയാടലിന് പോകുന്നു, ഭക്ഷണം കണ്ടെത്തുന്നു, കഴിക്കുന്നു, ശത്രു വരാതെ നോക്കുന്നു, ഇരയാകാതെ നോക്കുന്നു. ആ ലെവലിൽ നിന്ന് മനുഷ്യൻ ഇന്ന് വന്ന് ഇന്ന് നമ്മൾ ഹണ്ടർ ഗാദറേഴ്സിൽ നിന്നും നമ്മൾ എവിടെ എത്തി നോക്കുന്നു. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും, അല്ല, രാവിലെ എണീക്കണമെന്ന് പോലും നിർബന്ധമില്ല. ഇപ്പോൾ പലപ്പോഴും ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭക്ഷണം തേടി പോകൽ ആരുമില്ല. മറിച്ച് ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭക്ഷണമാണ്. ആ കൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആണ് മോർസൽ കൺഫ്ലിക്റ്റ്. മോർസൽ കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ എവിടെയെല്ലാം എൻഡോഡെർമൽ സെൽസ് ഉണ്ടോ അവിടെയെല്ലാം മോർസൽ കൺഫ്ലിക്റ്റും ഉണ്ട്. അതിൽ മോർസൽ കൺഫ്ലിക്റ്റ് നമ്മളിപ്പോൾ ലങ്സിന്റെ കാര്യം സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ലങ്സിൽ നമ്മൾ അതിനെ ഡെത്ത് ഫ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഈ ഡെത്ത് ഫ്രൈറ്റ് ആണെങ്കിലും അവിടെ എയർ മോർസൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പം ചില അവയവങ്ങളിൽ മാത്രം, ചില അവയവങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും തന്നെ മോർസൽ കൺഫ്ലിക്റ്റ് ആണുള്ളത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണിലുണ്ട് എൻഡോഡെർമൽ സെൽസ്, ചെവിയിലുണ്ട് എൻഡോഡെർമൽ സെൽസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ്, ലിവർ, പാൻക്രിയാസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്, കിഡ്നി, യൂട്രസ്, പ്രോസ്റ്റേറ്റ്, ഇവിടെ എല്ലാം നമുക്ക് എൻഡോഡെർമൽ സെൽസ് ഉണ്ട്. എൻഡോഡെർമൽ സെൽസ് ഉള്ള ജനറേറ്റീവ് ഓർഗൻസിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും തന്നെ ഈ മോർസൽ കൺഫ്ലിക്റ്റ് എന്ന ആശയമുണ്ട്. ഇപ്പൊ നമുക്ക് കണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ ഓരോ അവയവത്തെ പറ്റി പറഞ്ഞു പോകുമ്പോൾ എന്താണ് കണ്ണിന്റെ ഒരു മോർസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണ് നമ്മൾ കാണുന്നതിനായിട്ടാണ് ഉപയോഗപ്പെടുന്നത്. എന്തിനെയാണ് കാണുന്നത്? ശരിക്കും കണ്ണ് എന്തിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണ് കാണുന്നു. എന്ത് കാണണം? ബയോളജിക്കലി ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് അമ്മയാണ്. ഒരു കൊച്ചു ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കാണുന്ന അമ്മയാണ്. അവിടെ അമ്മയെ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഭക്ഷണമാണ്, പാല്. അതിനുശേഷം അതിന് ശത്രുവിനെ കാണാൻ തുടങ്ങും. പിന്നെ പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും ഒക്കെ അതിൽ നിന്ന് ഒഴിവാകുന്നത് കാഴ്ചയിൽ കൂടിയാണ്. പിന്നെ കാണുന്നത് ഭക്ഷണം കാണുന്നു. അതിൽ ഏറ്റവും പ്രധാനം ശത്രുവിനെ കാണുന്നതിന് മുമ്പ് ഭക്ഷണം കാണുക എന്നുള്ളതാണ്. ഭക്ഷണം കണ്ടെത്തുക, കണ്ടെത്തിയ ഭക്ഷണം ഉപയോഗപ്രദമാണോ എന്നറിയുക, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉപയോഗിക്കുക. അതാണ് കണ്ണിന്റെ ഒരു ഇത്. അതിനകത്ത് നമുക്ക് കണ്ണിലെ ഈ എൻഡോഡെർമൽ സെൽസ് എന്ന് പറയുന്നത് ഐറിസ് എൻഡോഡെർമൽ സെൽസ് ആണ്, സീലിയറി മസിൽസ് എൻഡോഡെർമൽ സെൽസ് ആണ്, കൊറോയിഡ് എൻഡോഡെർമൽ സെൽസ് ആണ്. അപ്പോൾ ഐറിസ്, സീലിയറി മസിൽസ് ആൻഡ് കൊറോയിഡ്, ഇത് കണ്ണിന്റെ കേസിലുള്ള ഒരു ഇതാണ്. അപ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കാണേണ്ട ഒരു വസ്തു അത് നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനുള്ളതാണോ? അത് ഭക്ഷണം ഇപ്പം അത് ലോവർ ഫോംസ് ഓഫ് ആനിമൽസിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു മാമൽസിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർ ഭക്ഷണം കണ്ടെത്തുകയാണ്. അത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഐറിസിൽ അല്ലെങ്കിൽ സീലിയറി മസിൽസിൽ
അത് ഭക്ഷണത്തിനെ വേണ്ട വിധത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾ കണ്ണിലെ പ്രശ്നങ്ങളായിട്ട്, അപ്പോൾ പലപ്പോഴും കാഴ്ചകൾ നഷ്ടപ്പെടും. നമ്മൾ പല ആൾക്കാരുമാണ് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് നല്ല വെളിച്ചമുള്ളപ്പോൾ കണ്ണ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെളിച്ചം കുറവാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്തിനെയാണ് കാണേണ്ടത്, അല്ലെ കാണാൻ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്തത്, കാണണമെന്ന് വിചാരിച്ചിട്ട് കാണാൻ അനുവദിക്കപ്പെടാത്തത്. അപ്പം 4 തരത്തിലാണ് കാഴ്ച തന്നെ ഉള്ളത്. കാണണം, കാണണ്ട, കാണണമെന്നുണ്ട് പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന് വേറെ ഒരു കാര്യവും കൂടി ഉള്ളത്, കാണണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നിർബന്ധപൂർവം കാണിക്കപ്പെടുന്നു. അതും നമുക്ക് ഈ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം ഓരോ അവയവത്തിലും ഓരോ രീതിയിലാണ്. ഡോക്ടർ വർഗീസ് കഴിഞ്ഞ ദിവസം കണ്ണിനെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. അപ്പം കാണുക എന്ന അവസ്ഥ ശരിക്കും കണ്ണുകൊണ്ട് മാത്രമല്ല, നമുക്ക് അത് സൈക്കിങ് കൂടി ആണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷനാണ് കാഴ്ചയിൽ കൂടി വരുന്നത്. അപ്പം ഈ അവയവങ്ങളിൽ മോർസൽ കൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം. മോർസൽ കൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അവിടെ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. ഓരോ ഐറിസിലുണ്ടാകാം, സീലിയറി മസിൽസിലും കൊറോയിഡിലും ഉണ്ടാകാം. പിന്നെ മറ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ വരുന്നതാണ് കണ്ണുനീർ ഗ്രന്ഥി. കണ്ണുനീർ ഗ്രന്ഥിയിലും നമുക്ക് വിഷ്വൽ മോർസൽ, നമുക്ക് കാണാൻ, കണ്ണുനീർ ഗ്രന്ഥിയും ഈ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗനാണ്. കണ്ണുനീർ ഗ്രന്ഥി മൂലവും നമുക്ക് കാഴ്ച, അതിനെ ആ പ്രോബ്ലംസും കണ്ണുനീർ ഗ്രന്ഥിയെ ബാധിക്കാം. ആ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ണുനീർ ഗ്രന്ഥികളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും കണ്ണുനീർ വറ്റിപ്പോവുക. ചില ആൾക്കാർ പറയാല്ലേ, ചിലപ്പം പറയുന്നത് കണ്ണുനീർ ഭയങ്കര ചൊറിച്ചിലും പുകച്ചിലും. അപ്പോൾ നോക്കുമ്പോൾ പറയുന്നത് കണ്ണുനീരില്ല, പിന്നെ ആജീവനാന്തം അവര് മരുന്നിറ്റിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവിടെയെല്ലാം നമുക്ക് അവരിലെ മോർസൽ കൺഫ്ലിക്റ്റ്, അവരിലെ പ്രശ്നങ്ങൾ, അവരിലെ മാനസികമായ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ അത് തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ സാധിക്കും. അത് വളരെ വർഷങ്ങളായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാര്യം. ജോഗ്രൻ സിൻഡ്രോം ചികിത്സിച്ച് മാറ്റാനൊരു അവസരം, 1-2 കേസ് എനിക്ക് അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കാം. അതാണ് കണ്ണുനീർ ഗ്രന്ഥിയെ പറ്റി പറയാനുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് ചെവിയിലും അതെ. മിഡിൽ ഇയർ എന്ന് പറയുന്നത് എൻഡോഡെർമൽ, അതും ഈ മോർസൽ കൺഫ്ലിക്റ്റിലാണ്. നമുക്ക് ഭക്ഷണത്തെ പറ്റി കേൾക്കുക, ഭക്ഷണത്തിനെ പറ്റി നമുക്ക് കഴിക്കേണ്ടത്, അതല്ലെങ്കിൽ അതൊരു ജോലിയാകാം. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, കണ്ണിന്റെ ഒരു കാര്യത്തിനകത്ത് നമുക്ക് ട്രാൻസ്പോസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഇന്റർവ്യൂവിൽ നടക്കുന്നു. ഒരു ഇന്റർവ്യൂ നടത്തി കഴിയുമ്പോൾ ആ ഇന്റർവ്യൂവിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ കുറേ ആൾക്കാരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കുമ്പം ഒരാൾ വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്, എൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ആ സമയം കൺഫ്ലിക്റ്റഡ് ആകാം. അത് ഇവിടെ അത് മോർസൽ കൺഫ്ലിക്റ്റ് ആകുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ജോലി അവരുടെ ഭക്ഷണ പ്രശ്നമാണ്. അങ്ങനെ വരുന്ന സമയത്ത് അപ്പം അവർക്ക് അവരുടെ പേര് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്കൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പറയാനുള്ള ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതേ രോഗവുമായിട്ട് ഒരാൾ എത്തുമ്പോൾ അവർ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പ്രോബ്ലം ഉണ്ടായത്. ഇപ്പൊ നമുക്ക് സാധാരണക്കാർക്കൊക്കെ എല്ലാവർക്കും ഇതേ പ്രോബ്ലം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് ചെവിയുടെ പ്രശ്നം, മിഡിൽ ഇയറിൽ. ഇപ്പൊ നമ്മൾ കേൾക്കേണ്ടാത്ത കാര്യം കേൾക്കുന്നു, ഭക്ഷണത്തെ പ്രതിയാണെങ്കിലും, അതല്ലെങ്കിൽ ജോലിയെ പ്രതിയാണെങ്കിലും, അതല്ലെങ്കിൽ നിത്യജീവിതത്തെ പ്രതിയാണെങ്കിലും, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അത് നമ്മളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ കോൺഫ്ലിക്റ്റഡ് ആകുന്നു. അത് അല്ലെങ്കിൽ നമ്മൾ സംഘർഷത്തിന് ഇടയാകുന്നു. അതാണ് ആ ചെവിയെ സംബന്ധിച്ചിട്ടുള്ള മോർസൽ കൺഫ്ലിക്റ്റ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയുവാണെങ്കിൽ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെവിയിൽ വരുന്ന ഒരു പ്രശ്നമാണ്, നീ അത് കഴിക്കരുത്, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല, ഇഷ്ടമുള്ളത് കേൾക്കുക, ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ കേൾക്കേണ്ടി വരിക, അപകടകരമായ കാര്യങ്ങൾ കേൾക്കുക, ഇഷ്ടമുള്ളത് കേൾക്കാൻ സാധിക്കാതിരിക്കുക. ഇതിനെല്ലാം മിഡിൽ ഇയറിൽ പ്രോബ്ലംസ് ഉണ്ടാകാം. കേൾവിയെ ബാധിക്കാം, താൽക്കാലികമായിട്ട് ബാധിക്കാം, പെർമനന്റ് ആയിട്ട് തന്നെ അവരുടെ കേൾവിയെ ബാധിക്കാം. അതുപോലെ തന്നെയാണ് ഈസ്റ്റേച്ചിൻ ട്യൂബിലും ഇതേ അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അവിടെയും നമുക്ക് ഇഷ്ടമില്ലാത്ത കേൾക്കുവോ കേൾക്കാതിരിക്കുവോ എന്നുള്ള ഒരു പ്രശ്നമാണുള്ളത്. അതുപോലെ തന്നെ വേറൊരു അവയവമാണ് ഈ ബ്രെയിൻ സ്റ്റം കൺട്രോൾ ഓർഗനിലോട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ് എന്ന് പറയുന്നതിലുണ്ടാകുന്ന വളർച്ച, അതായത് പിറ്റ്യൂട്ടറി മാക്രോ അഡിനോമ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി മൈക്രോ അഡിനോമ, അതും ഒരു മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ അതെന്താ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മോർസൽ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷണൽ സ്റ്റേറ്റ്, അതായത് ഭക്ഷണത്തിന്റെ പ്രശ്നം തന്നെ. അതായത് നമുക്ക് ഉണ്ടാകുന്ന ചില ആൾക്കാർ, എനിക്ക് അങ്ങനെ ഒരു പിറ്റ്യൂട്ടറി മൈക്രോ അഡിനോമയുള്ള ഒരു മാക്രോ അഡിനോമ വലിയൊരു ട്യൂമർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണ്, പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിയോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കേസ് പൂർണ്ണമായിട്ടും ക്യൂറാക്കാൻ സാധിച്ചില്ല. പക്ഷേ എങ്കിലും അയാളോട് പറഞ്ഞത്, ഈ വ്യക്തി അയാളുടെ ചെറുപ്പത്തിൽ തന്നെ, ഞാൻ ചെറുതാണ്, എനിക്ക് വളരെ വലിപ്പം കുറവാണ്, അതിനാൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ വലുതാകണം, പെട്ടെന്ന് വലുതായിട്ട് വേണം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ, അത് പെട്ടെന്ന് വലുതായിട്ട് വേണം മുതിർന്നവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ. ആ ഒരു ആശയമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായത്. ഇദ്ദേഹം വളർന്നു വലുതായി, പക്ഷെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും വളർന്നു. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വളരുന്നതിന് ഈ ഒരു പ്രശ്നം. അപ്പൊ സാധാരണഗതിയിൽ പിറ്റ്യൂട്ടറി അഡിനോമ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടുണ്ടാകുന്നു നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആ വ്യക്തി ഏകദേശം 4 വർഷത്തോളം എൻ്റെ അടുത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും അത് എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാലും കണ്ണിന്റെ കാഴ്ച, കാരണം ഇത് അഡിനോമ വന്ന് അല്ലെങ്കിൽ ആ ട്യൂമർ വളർന്നു വന്ന് ഒപ്റ്റിക് കയാസ്മിയയിൽ കണ്ണിന്റെ അവിടെ അത് പ്രസ് ചെയ്ത് ഒരു പ്രോബ്ലംസ് ഉണ്ടായി. അതിനുശേഷം പിന്നെ അത് എൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി. എങ്കിലും അവരതിനെപ്പറ്റി കൺവിൻസ്ഡ് ആയിരുന്നു എന്തുകൊണ്ടുണ്ടായി എന്നുള്ളൊരു കാര്യം. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനും ഈ മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ ഈ ഏതൊരു അവയവത്തിലും മോർസൽ കൺഫ്ലിക്റ്റ് ആ അവയവത്തിന്റെ ഫംഗ്ഷനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ മോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞ ഈ ആശയം എല്ലായിടത്തും തന്നെ നോക്കണം. അടുത്തത് തൈറോയിഡിലും ഇതേ പ്രശ്നമാണ്, മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. എന്ത് മോർസൽ കൺഫ്ലിക്റ്റ് ആണ് തൈറോയിഡിൽ ഉണ്ടാവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ടു സ്മോൾ ടു ക്യാച്ച് എ മോർസൽ, ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ്, എനിക്ക് ആവശ്യമായ സ്പീഡില്ല, ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദ മോർസൽ, ഈ മോർസൽ കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിന് എനിക്ക് സ്പീഡില്ല. ഞാൻ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ അതൊരു ഒരു ആത്മവിശ്വാസക്കുറവാണ്. എനിക്ക് ഈ ജോലി കിട്ടുമോ, ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഈ ജോലി കിട്ടുമോ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പഠിക്കുന്നു. അപ്പോൾ അവരുടെ ശരീരത്തിൽ കൂടുതൽ അവർക്ക്, അല്ലെങ്കിൽ എനിക്ക് സ്പീഡ് കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവ് കുറവാണ്, അതിനാൽ എൻ്റെ കഴിവില്ലായ്മ മൂലം എനിക്ക് ജോലി കിട്ടാതിരിക്കുമോ. അങ്ങനെ വരുമ്പോൾ ആ ആൾക്കാരിൽ പലപ്പോഴും തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകുന്നു, ഹൈപ്പോതൈറോയിഡിസം പോലെ തന്നെ ഉള്ള അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെർസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ആക്റ്റീവ് കൺഫ്ലിക്റ്റ് ഉണ്ടാകുക. പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല, ഞാൻ ശ്രമിച്ചാലും കിട്ടില്ല, ആ ആശയം ഉണ്ടാകുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അതേസമയം ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ പെർസിസ്റ്റന്റ് റിപ്പയർ ഫേസ് ആണ് ഉണ്ടാകുമ്പോഴാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകുന്നത്. അപ്പൊ 2 കേസിലാണെങ്കിലും തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാകുന്ന വ്യക്തികളിലെല്ലാം ഉള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദിസ് മോർസൽ, എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ എനിക്ക് ഈ ടാസ്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്, അതല്ല അത് ചിലപ്പോൾ ഒരു വീടാകാം, ജോലിയാകാം, ഈവൻ ചിലപ്പോൾ ആഭരണങ്ങൾ വരെയാകാം. പക്ഷെ അത് എന്താണ് എന്ന് നമുക്ക് പറയണം, കാരണം അത് അവരുടെ പെർസെപ്ഷനെ ആസ്പദമാക്കിയായിരിക്കുന്നത്. അത് എനിക്ക് വേണ്ട രീതിയിൽ സംഘടിപ്പിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ ലഭ്യമാകുന്നതിന് എനിക്ക് സാധ്യമാണോ എന്നുള്ള ഒരു ആശയമാണ് തൈറോയിഡിലുള്ളത്. അപ്പോൾ ഇനി തൈറോയിഡുമായിട്ട് വന്നിട്ടുള്ള ഏത് വ്യക്തിയിലും നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഈ ഒരു ആശയം അവരിൽ കാണാൻ കഴിയും. ഈ ഒരു ആശയത്തിനെ അവരിൽ നിന്നും മാറ്റിയാൽ അവർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ആ രോഗത്തെ കുറയ്ക്കാൻ കഴിയും. എനിക്ക് തൈറോയിഡിനോടൊപ്പം തന്നെ ഈ നെക്ക് ഗ്ലാൻസുകളിലെല്ലാം വളരെ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന ക്യാൻസർ ആണെന്ന് സംശയിക്കപ്പെടുന്ന രോഗത്തിനൊക്കെ തന്നെ ഈ ആശയത്തിനോടൊപ്പം നമ്മുടെ മെഡിസിൻസും കൂടെ കൊടുത്തിട്ടുണ്ട്, ക്യൂർ ആകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോ അവയവത്തെ പറ്റി പറയുമ്പോൾ
ഈ ഇപ്പം നമ്മൾ ഇത്രയും അവയവത്തെ പറ്റി പറഞ്ഞു, ചെവി, കണ്ണ്, ഈസ്റ്റേഷൻ ട്യൂബ്, പെറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ്, ഇതിനെ പറ്റി പറഞ്ഞു. ലങ്സിന്റെ കാര്യം നമ്മളെ പ്രത്യേകം പറഞ്ഞു. ഡെത്ത് ഫ്രൈറ്റ് ആണ്, അവിടെ എയർ മോർസിലാണുള്ളത്. പിന്നെ മറ്റൊരു രീതി പറയുവാണെങ്കിൽ ടോൺസിൽ, ഇന്ന് വായിലേക്ക് പറയുന്ന ഓറൽ മ്യൂക്കോസ, ടോൺസിൽ. ടോൺസിലിന്റെയും വായുടെയും പിന്നെ നമ്മൾ എക്ടോഡേമിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു, വായുടെ എല്ലാം അകത്തെ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയുന്നത് എക്ടോഡേമാണ്. ഈ എക്ടോഡേമിന്റെ അകത്ത് എൻഡോഡേം ഉണ്ട്. അതായത് ശരീരത്തിന്റെ പുറത്തെ കവറിങ് കംപ്ലീറ്റ് എക്ടോഡേം ആണെങ്കിലും ഓറിഫൈസസിൽ കൂടി ഇത് ഇൻവജിനേറ്റ് ചെയ്തിട്ട് എക്ടോഡേം അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അതിൽ മൂക്കിൽ കൂടി പോയിട്ടുണ്ട്, കണ്ണിൽ കൂടി പോയിട്ടുണ്ട്, ചെവിയിൽ കൂടി, യൂറിത്ര, ഏനസ്, എല്ലാ അവയവത്തിൽ കൂടിയും ഓറിഫൈസിൽ കൂടി ഇത് കുറച്ച് ഉള്ളിലേക്ക് പോകും എക്ടോഡേം. പക്ഷേ ആ എക്ടോഡേമിന്റെ അടിയിൽ സബ്മ്യൂക്കോസ പാർട്ടിൽ എൻഡോഡേം ആണുള്ളത്. അപ്പോൾ നമ്മുടെ വായിക്കകത്ത് എൻഡോഡേം ഉണ്ട്, ടോൺസിലിൽ എൻഡോഡേം ഉണ്ട്. വായിലെ എൻഡോഡേർമൽ പാർട്ടാണ് ടങ് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ വായിക്കകത്ത് വലിയ അൾസർ ഉണ്ടാകുന്നത് ഈ സബ്മ്യൂക്കോസയാണ്. വലിയ മുഴയുണ്ടായി അൾസറേഷൻ ഉണ്ടാകുന്നത് മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഭാഗമാണ്. അത് ടോൺസിലും നമുക്ക് ഓറൽ സബ്മ്യൂക്കോസായാലും ടോൺസിലും വരുന്നത് ഒരു ക്യാൻസറോ അല്ലെങ്കിൽ അൾസറേഷനോ മാത്രമല്ല, ഇഷ്ടമില്ലാത്ത കഴിക്കേണ്ടി വരിക. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇഷ്ടമുള്ളത് കിട്ടുന്നില്ല, ഇഷ്ടമില്ലാതെ. ഇപ്പൊ പിള്ളേരോട് പാല് കുടിക്കാൻ പറയുക, പാല് കുടിക്കാൻ പറയുമ്പോൾ കൊച്ചു പറയും എനിക്ക് പാല് വേണ്ട. അമ്മ ചിലപ്പോൾ തല്ലി കുടിപ്പിക്കുമ്പോൾ കൊച്ചിന് 2 ദിവസം കഴിഞ്ഞോ അല്ല പിറ്റേ ദിവസമോ ചിലപ്പോൾ ഒരു ടോൺസിലൈറ്റിസ് ഉണ്ടാകും. അത് റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ ഇല്ലെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഈ റൈറ്റ് സൈഡിനെയും ലെഫ്റ്റ് സൈഡിനെ പറ്റിയും പറയാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ കൺട്രോൾ സെന്ററുകൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ബ്രെയിൻ സ്റ്റെമ്മിന്റെ റൈറ്റ് സൈഡിലെല്ലാം ഇൻടേക്ക് ആണ്, ലെഫ്റ്റ് സൈഡ് മുഴുവൻ ഔട്ടേക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഔട്ട്. ഓർത്തിരിക്കാൻ ഏറ്റവും എളുപ്പം റൈറ്റ് ഇൻ, ലെഫ്റ്റ് ഔട്ട്. ലെഫ്റ്റ് സൈഡിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും ബ്രെയിൻ സ്റ്റെമ്മിന്റെ ലെഫ്റ്റ് സൈഡിലെ നിയന്ത്രണം, ലെഫ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് ലങ് അല്ലെങ്കിൽ ലെഫ്റ്റ് കിഡ്നി കളക്ടിങ്, ലെഫ്റ്റ് ഇയർ എല്ലാം പുറത്തോട്ട് പോകുന്നു. അപ്പൊ ലെഫ്റ്റ് ടോൺസിലാണെങ്കിലോ, ലെഫ്റ്റ് ടോൺസിലാണ് ഒരു പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് പുറത്ത് കളയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് കളയാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോൺസിലൈറ്റിസ് ഉണ്ടാകും. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമുള്ളത് ലഭിച്ചില്ല, കിട്ടിയില്ല, അതിനാൽ ആണ് റൈറ്റ് സൈഡ്. അപ്പൊ ഈ സൈഡിനെ പറ്റി നിങ്ങൾ എൻഡോഡേർമൽ ബ്രെയിൻ സ്റ്റെം കൺട്രോൾ സെന്ററിൽ ഓർഗൻസിൽ ഹാൻഡഡ്നെസ് ഇല്ല, പക്ഷേ ബ്രെയിൻ സ്റ്റെമ്മിൽ സൈഡ് വളരെ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇൻടേക്കും ഔട്ടേക്കും ഔട്ട് ഗോയിങ്ങും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു പടം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, learninggmm.com അല്ലെങ്കിൽ ഓരോ അതിനകത്തുണ്ട്. ആ പടത്തിനകത്ത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു ഫോട്ടോയിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ബക്കൽ മ്യൂക്കോസ, ടോൺസിൽസ്, ലങ്സ്, കൊറോയിഡ്, ഇയർ, ആ ലെവലിൽ അതെങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ ഏനസ് വരെ എത്തുന്ന ഒരു റിംഗ് ഫോമിലാണ് അവിടുത്തെ കൺട്രോൾ. ഇതെല്ലാം വളരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആകർഷകമാണ്, എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഇത് നോക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൽ മോർസൽ കൺഫ്ലിക്റ്റിൽ സ്റ്റൊമക്കിൽ വരികയാണ്. ഇപ്പൊ നമ്മൾ ടോൺസിലിന്റെ കാര്യം പറഞ്ഞു, ഈ ടോൺസിലും ഈ സബ്മ്യൂക്കോസ, ഓറൽ സബ്മ്യൂക്കോസയിലും എല്ലാം മോർസൽ കൺഫ്ലിക്റ്റിൽ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് ലഭിക്കാത്തത് കിട്ടുമ്പോൾ കോൺഫ്ലിക്റ്റഡ് ആകാം. സ്റ്റൊമക്കിലാണെങ്കിലും ഇനബിലിറ്റി ടു ഡൈജസ്റ്റ് സംതിങ്, വയറിന്റെ കാര്യം. വയറിൽ നമുക്ക് ലെസർ കർവേച്ചർ എന്ന് പറയുന്നത് എക്ടോഡേമാണ്, അത് ഓർക്കണം. പക്ഷെ മറ്റൊരു ഭാഗങ്ങളിലും സ്റ്റൊമക്കിൽ ഇനബിലിറ്റി ടു ഡൈജസ്റ്റ്, ദഹിക്കാൻ വ്യത്യാസമുണ്ട്. കഴിക്കുന്ന ഭക്ഷണവും ദഹിക്കാൻ പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചില വാർത്തകൾ, ചില ന്യൂസുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയല്ലേ, എനിക്കത് ദഹിച്ചിട്ടില്ല. ഈസോഫാഗസിന് ഇതുണ്ട്, എനിക്കത് വിഴുങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചില ആശയങ്ങൾ ചിലർ പറയുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ദഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നത് ഒരു ദീർഘനാളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ ഒരു ഈസോഫാജിയൽ ക്യാൻസർ ആയിരിക്കും ഉണ്ടാകുന്നത്. എനിക്കൊരു കേസ് വന്ന് ഞാൻ ഓർക്കുന്നു, ഒരു 62 വയസ്സുള്ള ഒരു ലേഡിക്ക് ഈസോഫാജിയൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് ഈസോഫാജിയൽ ക്യാൻസർ. അപ്പോൾ അതൊരു ഗ്യാസ്ട്രോസ്കോപ്പിക് എക്സാമിനേഷൻസിൽ അൾസറേറ്റീവ് സ്റ്റേജിലാണ്.
അൾസറേറ്റീവ് സ്റ്റേജിൽ ഒരു ഈസോഫാഗസ് ക്യാൻസർ ആണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ്സ് ഇൻ ദ ഹീലിംഗ് സ്റ്റേജ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതിനെ ചികിത്സിക്കാൻ പറ്റും. അതിനകത്ത് നിന്ന് ഭയങ്കരമായ എക്സ്റ്റൻഷൻസ് ഉള്ള മെറ്റാസ്റ്റാസിസ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ മെറ്റാസ്റ്റാസിസ് എന്നൊരു ആശയം ഈ മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ലങ്സിൽ പ്രൈമറി ഫോക്കസ് ഉണ്ടായി അത് ബോണിലേക്ക് പോയെന്ന് കരുതുക. ശരിക്കും ലങ്സിലെ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് വായുവിനെ സ്വീകരിക്കുന്നതിനും ഓക്സിജനെ സ്വീകരിക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നതിനുള്ള ലങ് ആൽവിയോളെ എന്ന ഭാഗമാണ് ലങ്സിലുള്ളത്. അതേസമയം ഒരു ബോണിൽ എന്താണല്ലോ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ് ഉള്ളത്. അപ്പം അത് ഇനി പറഞ്ഞ ലിവറിൽ വരികയാണെങ്കിലോ ഹെപ്പാറ്റിക് സെൽസ് ആണ്. അപ്പൊ ലങ്സിൽ നിന്നും പോയ ഒരു ക്യാൻസർ സെൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ നിന്നും പോയ ഒരു ക്യാൻസർ സെൽ ബോണിനെത്തുമ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റോ ഓസ്റ്റിയോക്ലാസ്റ്റോ ആകും എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനാൽ തന്നെ പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് നമ്മുടെ ഒന്നാമത്തെ നിയമം അനുസരിച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് CT സ്കാനിൽ റീഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. മൃഗങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾ കോൺഫ്ലിക്റ്റിന് ശേഷം, പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റിന് ശേഷം മൃഗങ്ങളിലെ ക്യാൻസറുകൾ വരുന്ന സമയത്ത് അവരിൽ പിന്നെ വീണ്ടും ഒരു CT സ്കാനിൽ കൂടി അവരിലെ പ്രൈമറി ക്യാൻസറുകൾ മാത്രമേ CT സ്കാനിൽ കൺസേൺഡ് ബ്രെയിനിന്റെ ഭാഗത്ത് കണ്ടെത്തിയിട്ടുള്ളൂ. അതേസമയം മനുഷ്യനിൽ ഒരിക്കൽ ഒരു ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ ആ ഡയഗ്നോസ്റ്റിക് ഷോക്കിന് ശേഷം ഭക്ഷണ പ്രശ്നത്തിനെ പറ്റിയും അതല്ലെങ്കിൽ ഡീവാലുവേഷൻ്റെ ഫലമായിക്കൊണ്ടും എല്ലാം ഡീവാലുവേഷൻ്റെ ഫലമായിക്കൊണ്ട് ബോണിലോ മസിൽസിലോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കീമോതെറാപ്പിക്കോ റേഡിയേഷന് ശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്റ്റാർവേഷൻ്റെ ഫലമായിക്കൊണ്ട് ലിവറിലും എല്ലാം ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമത് മെറ്റാസ്റ്റാസിസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെറ്റാസ്റ്റാസിസ് എന്ന തിയറി ഇവിടെ ഫലപ്രദം അല്ല എന്ന് GSK പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഇനബിലിറ്റി ടു ഡൈജസ്റ്റ് എന്ന ഒരു ആശയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദഹിക്കാൻ പറ്റാതിരിക്കുക. അപ്പം ഈ ഒരു ന്യൂസുകളും പലപ്പോഴും ദഹിക്കാൻ പറ്റാതിരിക്കുക. അപ്പം ഞാൻ ആ പറഞ്ഞ കേസിൽ ഈസോഫാജിയൽ ക്യാൻസർ വന്ന വ്യക്തിക്ക് അവരുടെ കോൺഫ്ലിക്റ്റ് ഇതായിരുന്നു. അവരുടെ വീട്ടിൽ അവരുടെ മകൻ എപ്പോഴും കുടിച്ചേച്ചു വരുന്നു, മദ്യപാനം. അപ്പോൾ അവർക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് അവർ താമസം മാറിയെങ്കിലും അവരുടെ ഭർത്താവ് മരിച്ചുപോയി. പക്ഷേ ഈ മകന്റെ മദ്യപാനം എന്ന് പറയുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കുന്നതിനോ അവർക്കൊരിക്കലും കനോട്ട് സ്വാളോസ്. അപ്പോൾ അവർക്ക് ഈസോഫാഗസിൽ ക്യാൻസർ ഉണ്ടായി. ഞാൻ അതിന് മെഡിസിൻ കൊടുത്തു. അപ്പം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് 1-2 കീമോതെറാപ്പി നടത്തിയിരുന്നു. പക്ഷെ അവർ വളരെ തിന്നായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ ഇറങ്ങാൻ പറ്റാതെ, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ട്യൂബ് ഇടാനും പറ്റത്തില്ല, അത് മാത്രമല്ല ആരോഗ്യമില്ല, അയാൾ മരിക്കാൻ പറ്റിയ ഒരു രോഗിയായിരുന്നു. അവർക്ക് മെഡിസിൻ നൽകി, വെള്ളം സ്ലോലി കഴിച്ച് അതിനുശേഷം അവരൊരു 3-4 വർഷം ജീവിച്ചിരുന്നു. പിന്നെ ഖരപദാർത്ഥങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ അൾസറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഹീലിംഗ് സ്റ്റേജ് എത്രയാണെന്നൊന്നും രണ്ടാമത് നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ അവർ ഒരിക്കൽ മാത്രമേ എൻ്റെ അടുത്ത് വന്നുള്ളൂ. അവർ ഹൈ റേഞ്ചിലുള്ള ദൂരെയുള്ള പേഷ്യൻ്റാണ്. കുറേ കാലം അവർ മരുന്ന് കഴിച്ചു. ഒരു വർഷം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചു. പക്ഷേ ഈ 1 വർഷം മരുന്ന് കഴിക്കുമ്പോഴും ഈ മദ്യപാനിയായ മകൻ, ഇതാണ് ഇവരുടെ പ്രശ്നമെന്ന് ഞാൻ മകനോട് പറഞ്ഞെങ്കിലും മകൻ അത് അംഗീകരിക്കാൻ തയ്യാറില്ല. അയാൾ എൻ്റെ അടുത്തും കുടിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് അയാളെ സ്വീകരിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ. അതിനുശേഷം ഈ ലേഡിക്ക് 1.5 വർഷത്തിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അതേ സെയിം രോഗം വന്നു. പിന്നെ 3 വർഷം എൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതിനുശേഷം മരിച്ചു. അപ്പം അവിടെ നമുക്ക് വിഴുങ്ങാനുള്ള വിഷമം. ഇവിടെ എന്താ വിഴുങ്ങാനുള്ള വിഷമം? മകന്റെ മദ്യപാനം. അപ്പം സ്റ്റൊമക്കിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇന്നബിലിറ്റി ടു ഡൈജസ്റ്റ്, നമുക്ക് ദഹിപ്പിക്കാനുള്ള വിഷമം. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നോട്ട് ബീയിങ് ഏബിൾ ടു ഡൈജസ്റ്റ് സംതിങ്, എന്തെങ്കിലും കഴിച്ച സാധനത്തെ എനിക്ക് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെ അബ്സോർവ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്ക് പലപ്പോഴും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പാരാലിറ്റിക് ഇലിയസ്,
അത് എൻ്റെ കോൺഫ്ലിക്റ്റ് മോർസൽ കോൺഫ്ലിക്റ്റ് അല്ല. ആ രീതിയിലുള്ള, അതായത് പലപ്പോഴും സ്മോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഒരു സ്റ്റാർവേഷൻ ആസ്പെക്ട് കൂടിയുണ്ട്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഇതിനെ ദഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഈ ഒരു ആശയം മൂലം എനിക്ക് ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ പട്ടിണിയാകുമോ എന്ന് സംശയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കതിനൊരു ഒരു കൃത്യമായ ഒരു ആശയം പറയുവാണെങ്കിൽ, കൃത്യമായി നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരാൾ ഒരു കട തുടങ്ങുന്നു, വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, ഇൻവെസ്റ്റ് എ ലോട്ട്. അത് യഥാർത്ഥത്തിൽ ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഇൻവെസ്റ്റ്മെന്റ് വഴിയായിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കുക, നല്ല പണക്കാരനാകുക, അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഭാഗമാകുക. പക്ഷെ അയാൾക്കൊന്നും തിരിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ ബിസിനസ് തകരാറിൽ. ഇൻവെസ്റ്റ് എ ലോട്ട്, പക്ഷെ ഒരു റിട്ടേൺ, നോ റിട്ടേൺ. വൺ ലീവ്സ് എംപ്റ്റി ഹാൻഡഡ്. അതല്ലെങ്കിൽ എവിടെയായാലും ഇപ്പൊ നമുക്ക് ചില ആൾക്കാർ കേട്ടിട്ടില്ലേ, വളരെ പൈസ മുടക്കിയിട്ട് ഗൾഫിൽ പോകും, ഗൾഫിൽ പോയി കഴിഞ്ഞ ശേഷം ജോലിയൊന്നും കിട്ടിയിട്ടില്ല, തിരിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഈ തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് അവർ പോകാം. അത് മിക്കവാറും സ്മോൾ ഇൻഡസ്ട്രൈനിൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ അത് ചിലപ്പോൾ ഡീവാലുവേഷൻസിൽ ഉണ്ടാകാം. പക്ഷെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ, അതല്ലെങ്കിൽ പറമ്പിൽ, ഇപ്പം കൃഷി നടത്തുന്നതിൽ ഈ വിഷയം കൃഷിക്കാരിലുണ്ടാകാം. അവർ കടം മേടിച്ചോ, അതല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വായ്പ നേടിയോ ഇല്ലാത്തത് കൃഷിക്കായിട്ട് മുടക്കുന്നു. മഴ പെയ്യാതിരുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ അതിവർഷം മൂലമോ, അതല്ലെങ്കിൽ കീടത്തിന്റെ ഉപദ്രവം മൂലമോ അവരുടെ വരുമാനം എല്ലാം നഷ്ടപ്പെട്ടു പോവുക. അപ്പൊ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്നും ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇതും സ്മോൾ ഇൻഡസ്ട്രൈനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് പലപ്പോഴും കാണാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു സ്റ്റാർവേഷൻ, അവർക്ക് അതിനോടൊപ്പം അവരുടെ ലിവറിലും കൂടി പ്രോബ്ലം ഉണ്ടാകും. അടുത്തത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കോളോൺ ലാർജ് ഇൻഡസ്ട്രൈന്, അതും ഇൻഡൈജസ്റ്റബിൾ ആങ്കർ, എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് അഗ്ലി. വൃത്തികെട്ട ഒരു സാഹചര്യം മൂലം നമുക്ക് അൺഡൈജസ്റ്റബിൾ ആങ്കർ, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവുക. ആൻഡ് ഡീൽ വിത്ത് സംതിങ് അൺപ്ലസന്റ്, മോശമട്ട ഒരു കാര്യമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരിക, ഒരു നാറുന്ന കാര്യവുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരിക. അങ്ങനെയുള്ള സമയത്ത് കോളോണിലാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ ഇല്ലയോ എന്ന് അത് വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി എല്ലാം നമുക്ക് ആ ആശയങ്ങളെല്ലാം നമുക്ക് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടികിട്ടും. ഓരോ കാര്യങ്ങളിലും, ഈവൻ കോളോണിന്റെ ഏത് ഭാഗത്ത് ഏത് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പോലും അതിന്റെ മാനസികമായ നിലയിൽ വ്യത്യാസമുണ്ട്. അതിൽ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ സീക്കം ആൻഡ് അപ്പൻഡിക്സ്. ഇപ്പൊ നമുക്ക് ലാർജ് ഇൻഡസ്ട്രൈനിലും സ്മോൾ ഇൻഡസ്ട്രൈനിലും ഇടയ്ക്കില്ല. സ്മോൾ ഇൻഡസ്ട്രൈൻ അവസാനിച്ച് ലാർജ് ഇൻഡസ്ട്രൈൻ തുടങ്ങുന്ന ഭാഗമാണ് സീക്കം ആൻഡ് അപ്പൻഡിക്സ്. അവിടെയും ഇപ്പൊ അപ്പൻഡിസൈറ്റിസ് എന്ന ഒരു സാഹചര്യത്തെ പറ്റും. അത് ഒരു മോർസൽ കൺഫ്ലിക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ മോർസൽ കൺഫ്ലിക്റ്റിനെ നമ്മൾ പറയുന്നത് നമ്മുടെ റിസർവുകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന റിസർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ FDകൾ, അതല്ലെങ്കിൽ നമ്മുടെ സ്വർണം, നമ്മൾ റിസർവ്, ഡിപ്പിംഗ് ദ റിസർവ് എന്ന് പറഞ്ഞാൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാകുക. എന്ന് ചെയ്യാൽ അത് ആ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വേറൊരു കാര്യത്തിന് വേണ്ടി എടുക്കുന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരിക. ഉദാഹരണത്തിന്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്, വീട്ടിൽ മകളെ കെട്ടിക്കുന്നതിന്, അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പണം വേറൊരു കാര്യത്തിന് വേണ്ടി നിർബന്ധപൂർവം ചെയ്യേണ്ടി വരിക. അതല്ലെങ്കിൽ അതൊരു ചതി, ഒരാൾക്ക് പണം നൽകി, ഇപ്പം കല്യാണത്തിന് വെച്ചിരുന്ന ഒരാൾക്ക് പൈസ വേറൊരാൾ വായ്പ അത്യാവശ്യമായിട്ട്, അവരുടെ ഒരു അത്യാവശ്യത്തിന് വായ്പ ചോദിച്ചു, കൊടുത്തു, തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നം. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും സീക്കം ആൻഡ് അപ്പൻഡിക്സിൽ ഉണ്ടാകുന്നത്. അതായത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇല്ലാതാവുക, അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു വിഭവം, അതല്ലെങ്കിൽ ആ റിസോഴ്സ് മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ നിർബന്ധിതരായിത്തീരുക. നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം ഈ ഒരാൾക്ക് പണം നൽകിയിട്ട് ചതിക്കപ്പെടുക, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ എളുപ്പത്തിന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബാങ്കിൽ
കോപ്പറേറ്റീവ് ബാങ്കിലെ തകർച്ച എന്ന് പറയുമ്പോൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാൾ കൊണ്ട് പണം ഇട്ടിരുന്നു. ആ പണം ഇട്ടിരുന്നു ഓരോരുത്തർക്കും ഓരോരോ കാര്യത്തിനാണ് ഇട്ടിരുന്നത്. അവിടെ ബാങ്ക് പൊട്ടി, പണം കിട്ടാതിരിക്കുന്നു. ദേഷ്യമാണോ സങ്കടമാണോ എന്താണ് ഉണ്ടാകുക? ചിലർ വല്ലാത്ത പേരിൽ അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും. പലപ്പോഴും സീക്കം ആൻഡ് അപ്പൻഡിസിൽ ഇപ്പോൾ ഈ ഇൻഡൈജസ്റ്റബിൾ ആങ്കർ, അൺഡൈജസ്റ്റബിൾ ആങ്കർ വരികയും അവിടെ സമയത്ത് ഒരു അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യാം. ഈ അപ്പൻഡിസൈറ്റിസ് എന്ന ഒരു അവസ്ഥ അത് പലപ്പോഴും സർജറി ആവശ്യമായി തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ഹാമർ പറയുന്നത് പെർഫറേഷൻസ് ഉണ്ടായാൽ, അതല്ലെങ്കിൽ ഒരു അക്യൂട്ട് അബ്ഡോമിനൽ കണ്ടീഷൻസ് ഉണ്ടായാൽ സർജറി. അപ്പം ഡോക്ടർ ഹാമർ ഒരിക്കലും സർജറിയെ എതിർത്തിട്ടില്ല. അപ്പം നമ്മൾ ഹോമിയോപ്പത്തിസ് എന്ന രീതിയിൽ നമ്മളും സർജറിയെ എതിർത്തിട്ടില്ല. അനാവശ്യ സർജറികളെ മാത്രമേ നമ്മൾ എതിർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സീക്കം ആൻഡ് അപ്പൻഡിസിന്റെ ഒരു കോൺഫ്ലിക്റ്റ്. ഇത് നമുക്ക് പറഞ്ഞ പോലെ ചതി മൂലമോ എല്ലാം ഉണ്ടാകുമ്പോഴാണ് ഇതേ പ്രശ്നമുണ്ട്. കൺഫ്ലിക്റ്റ് യൂഷ്വലി അബൌട്ട് മണി. സിഗ്മോയിഡ് കോളോൺ വരുന്ന ഇതും മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഒരു ഭാഗമാണ്. സിഗ്മോയിഡ് കോളോൺ അൺഡൈജസ്റ്റബിൾ ആങ്കറാണ്. നോട്ട് ബീങ് ഏബിൾ ടു എലിമിനേറ്റ് സംതിങ്, എന്തെങ്കിലും പുറത്ത് കളയാൻ പറ്റാതാകുക. അതും സിഗ്മോയിഡ് കോളോണിന്റെ ഒരു ഭാഗം തന്നെ. അതിൽ സിഗ്മോയിഡ് കോളോണിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഇത്. റെക്റ്റം, ഏനസ്, ഡീപ്പ് റെക്ടൽ ആൻഡ് ഏനൽ മ്യൂക്കോസ. റെക്റ്റത്തിന്റെയും ഏനസിന്റെയും പുറത്തെ കവറിങ് എന്ന് പറയുന്നത് എക്ടോഡേമാണ്. അവിടെ നമ്മൾ ടെറിട്ടോറിയൽ ആങ്കർ, ഐഡന്റിറ്റി കോൺഫ്ലിക്റ്റ് ഇൻ ഫീമെയിൽസ് ആൻഡ് ടെറിട്ടോറിയൽ ആംഗിൾ, എസ്പെഷ്യലി ടെറിട്ടോറിയൽ ത്രെഡ് ഇൻ മെയിൽസ്. പക്ഷേ അതിൻ്റെ സബ്മ്യൂക്കോസയിലെ ഡീപ്പർ സെൽസുകളിൽ ഉള്ളത് മോർസൽ കൺഫ്ലിക്റ്റ് ആണ്. അവിടെ പലപ്പോഴും ഇൻഡൈജസ്റ്റബിൾ തിങ്സ്, കുറ്റപ്പെടുത്തൽ, ചതിക്കൽ, വഞ്ചനയ്ക്കിടയാകുക, ചതിക്കിടയാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവയവത്തിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പാൻക്രിയാസിൻ്റെ പാരൻകൈമ. പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയും ഗോൾ ബ്ലാഡറിൻ്റെയും എല്ലാം ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്. പക്ഷേ പാൻക്രിയാസിൻ്റെ ഡക്റ്റാണ് ടെറിട്ടോറിയൽ കൺഫ്ലിക്റ്റ്, ഡക്റ്റിൻ്റെ ലൈനിങ് ആണ്. ഇവിടെ പാൻക്രിയാസിൻ്റെ പാരൻകൈമയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം കൺഫ്ലിക്റ്റ് ആണ്, മോർസൽ കൺഫ്ലിക്റ്റ് തന്നെയാണ്. പക്ഷേ നോട്ട് ഏബിൾ ടു യൂട്ടിലൈസ് സംതിങ്, നമുക്ക് ഉപയോഗപ്പെടുമായിരുന്ന ഒരു കാര്യം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു ആശയമാണുള്ളത്. എ ഗെയിൻ ഓർ എൻ ഇൻകം കനോട്ട് ബി റിയലൈസ്ഡ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, വീതം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ പൈതൃകമായിട്ട് ലഭിക്കുമെന്ന് കരുതിക്കൊണ്ടിരുന്ന പണം ലഭിച്ചില്ലെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൈതൃകമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇൻഹെറിറ്റൻസ്. എ ഗെയിൻ ഓർ ആൻ ഇൻകം ദാറ്റ് കനോട്ട് ബി റിയലൈസ്ഡ്, അത് ശരി ആയിട്ടില്ല. ആൻ ഇൻഹെറിറ്റൻസ് ഓർ എ പ്രോപ്പർട്ടി, നമുക്കൊരു പറമ്പ് കിട്ടുമെന്ന്, അതല്ലെങ്കിൽ ഒരു കട കിട്ടുമെന്ന്, ഏത് ഇൻഹെറിറ്റൻസ് ആയിട്ട്, പൈതൃകമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ, വീതം വെപ്പ് അല്ലെങ്കിൽ ഭാഗം വെപ്പിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാര്യം കിട്ടാതിരിക്കുമ്പോൾ പലപ്പോഴും പാൻക്രിയാറ്റിക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. എനിക്ക് 2 പാൻക്രിയാറ്റിക് ക്യാൻസറിന് ഈ ആശയം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ 2 കേസും വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്തെത്തിയത്. അവർക്ക് ഈ അവസ്ഥ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു, പക്ഷെ രോഗി മരിച്ചു. അപ്പം അതാണ് നമ്മളുടെ പാൻക്രിയാസിന്. അതും മോർസൽ കൺഫ്ലിക്റ്റ് തന്നെയാണുള്ളത്. പിന്നെ മോർസൽ കൺഫ്ലിക്റ്റിന്റെ വേറൊരു രീതിയാണ് നമ്മൾ പറയുന്ന ലിവറിൽ മോർസൽ കൺഫ്ലിക്റ്റിൽ നമ്മൾ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് ആണുള്ളത്. ലിവറിനെ പറ്റി വളരെ ഇച്ചിരി ആഴത്തിൽ തന്നെ നമ്മൾ വരും കാലഘട്ടങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എടുക്കാൻ സാധിക്കട്ടെ. ലിവറിൽ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് നമുക്ക് ഭക്ഷണമില്ലായ്മ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്ഷണമില്ലായ്മ മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന്റെ ഭാഗമായിട്ട്, ഉദാഹരണത്തിന് ക്യാൻസറസ് ഡയഗ്നോസിസിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കീമോതെറാപ്പിയുടെ ഭാഗമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതാകുക, അങ്ങനെയുള്ള സമയത്തും ഈ പറഞ്ഞ ലിവർ പാരൻകൈമയിൽ വരികയും ഒരു മോർസൽ കൺഫ്ലിക്റ്റ്, സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റിലേക്ക് വ്യക്തികൾ പോകുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ഈ മോർസൽ കൺഫ്ലിക്റ്റ് ഒക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കിതൊക്കെ ദൈവത്തിന്റെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഇത് സാധാരണക്കാരിൽ എല്ലാവരും ഉണ്ടാകുന്നത്, നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞതുകൊണ്ട് എന്ത് ഗുണമെന്ത് എന്ന് ചോദിച്ചു. പക്ഷെ അത്
ദൈവവിശ്വാസം എന്ന രീതിയിൽ ദൈവം തരുന്നതാണ് എന്ന് കരുതി നമ്മൾ പോസിറ്റീവായിട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും എത്രമാത്രം വിശ്വാസികളാണെങ്കിലും അവരിലുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെയാണ് നമ്മൾ കൺഫ്ലിക്റ്റിന് ഇരയാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഈ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ ഈ അറിവ് നമ്മളെ ഫലപ്രദമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്ന് കൂടുതൽ സംസാരിച്ച ഏക വിഷയം എന്ന് പറയുന്നത് മോർസറ്റ് കൺഫ്ലിക്റ്റിനെ പറ്റിയാണ്. മോർസറ്റ് കൺഫ്ലിക്റ്റ് പലപ്പോഴും ബ്രെയിൻ സ്റ്റെമിനിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ബ്രെയിൻ സ്റ്റെമിൻ കോൺസ്റ്റലേഷൻസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബ്രെയിൻ സ്റ്റെം കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ കോൺഫ്ലിക്റ്റിൽ ടാർഗറ്റ് കോൺഫിഗറേഷൻസ് ബ്രെയിൻ സ്റ്റെമിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കോൺഫ്ലിക്റ്റിൽ ഒരു ടാർഗറ്റ് അടുത്ത ഇതോടുകൂടി അവരിൽ ഒരു മെന്റൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക, നോട്ട് ബീയിങ് ഏബിൾ ടു തിങ്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്കൊരു വണ്ടി ഒരു ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുന്ന ഒരു ട്രെയിൻ നഷ്ടപ്പെട്ടു പോയാലും ചിലപ്പോൾ ചില ആൾക്കാർ താൽക്കാലികമായി കൺഫ്ലിക്റ്റഡ് ആകാറുണ്ട്. അവർക്കൊരു പ്രോബ്ലം നേരത്തെയും കൂടി ഉണ്ടായിരിക്കുക, ആ പ്രോബ്ലത്തിനോടൊപ്പം ആ പ്രോബ്ലത്തിന്, അതായത് നമ്മൾക്കൊരു ജോലിയുടെ ഭാഗമായിക്കൊണ്ട് പോവുകയാണ്, ഗൾഫിലേക്ക് പോകാൻ അവിടെ ഒരു ജോലി കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ ശരിയാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം പോകാൻ നേരത്തെ ചെല്ലുമ്പോൾ അന്ന് കൃത്യമായിട്ട് ഫ്ലൈറ്റ് മിസ്സാകുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർ ബ്രെയിൻ സ്റ്റെം കോൺസ്റ്റലേഷൻസ് എന്ന ആശയത്തിലേക്ക് പോകും. അങ്ങനെയുള്ള മെന്റൽ കൺഫ്യൂഷൻസ് തൽക്കാലം ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു അവസ്ഥ, ഇൻകേപ്പബിൾ, നോട്ട് ബീയിങ് ഏബിൾ ടു തിങ്ക് പ്രോപ്പർലി, ഇൻകേപ്പബിൾ ഓഫ് എനി റിഫ്ലക്ഷൻസ്, എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ അൺറെസ്പോൺസീവ് ആയിട്ട് നിൽക്കുക, ഓർ മെന്റലി ഫ്രോസൺസ്. ചില ആൾക്കാരിൽ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയില്ല. പക്ഷെ ഒരു ബ്രെയിൻ സ്റ്റെം കൺസ്റ്റലേഷൻസ് തിരിച്ചറിയാനുള്ള ഒരു മാർഗമുണ്ട്. അത് ഒരു PSA ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് ബ്രെയിൻ സ്റ്റെം കൺസ്റ്റലേഷൻസ് ഉള്ള ആൾക്കാരിൽ ഒരു അബാൻഡ്മെന്റ് കൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ ഒരു റെഫ്യൂജി കൺഫ്ലിക്റ്റോ കിഡ്നിയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഞാൻ ഇന്ന് കിഡ്നിയെ പറ്റി മാത്രം സംസാരിച്ചില്ല, കാരണം കിഡ്നിയെ പറ്റി വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതാണ്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ ഡോക്ടർ വർഗീസോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും വരും കാലങ്ങളിൽ. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെം കൺസ്റ്റലേഷൻ തിരിച്ചറിയാൻ എലവേറ്റഡ് ക്രിയേറ്റിനിൻ ആൻഡ് PSA ലെവൽ. PSA എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രോസ്റ്റാറ്റിക് സെറം ആന്റിജൻ, പ്രോസ്റ്റേറ്റിന് മാത്രമായിട്ടാണ് കൂടുന്നത്. പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ ഉണ്ടാകുമ്പോഴാണ് PSA ലെവൽ കൂടുക. പക്ഷേ നേരെ തിരിച്ചാണ്, എവിടെ എൻഡോഡെർമൽ സെൽസിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും PSA ലെവൽ കൂടും. അപ്പോൾ ബ്രെയിൻ സ്റ്റെം കൺസ്റ്റലേഷൻ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് എലവേറ്റഡ് ക്രിയേറ്റിനിൻ ആൻഡ് PSA ലെവൽ. അതൊരു ബുക്കിനകത്തുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധ്യമാണ് എന്നാണ് ഷിസോഫ്രനിക് കോൺസ്റ്റലേഷൻസിൽ ഡോക്ടർ കരോലിൻ മാർക്കൊലിൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മോർസൽ കോൺഫ്ലിക്റ്റിനെ പറ്റി. ഇതൊരു ചെറിയൊരു ആശയമല്ല. മോർസൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കോൺഫ്ലിക്റ്റാണ്. കോൺഫ്ലിക്റ്റ് നമുക്ക് ഭക്ഷണ പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ എല്ലാം ബാധിക്കുന്ന, അല്ലെങ്കിൽ ജോലിയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ സ്വത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മോർസൽ കോൺഫ്ലിക്റ്റുകളായിട്ട് മനുഷ്യരിൽ എത്താം. അപ്പോൾ അത് വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലായാൽ നമ്മുടെ വ്യക്തി എന്ന രീതിയിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തിരിച്ചറിയാൻ വളരെ എളുപ്പത്തിൽ ഇവരിലെ ഈ മോർസൽ കോൺഫ്ലിക്റ്റ് എന്ന ആശയം ഉണ്ടെങ്കിൽ IBS മാറും. പലപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന ആ ഒരു ആശയം എത്രമാത്രം മെഡിസിൻ കൊടുത്താലും എത്രമാത്രം ചികിത്സിച്ചാലും മാറാത്തതിന് നമുക്ക് ഒരൊറ്റ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു മണിക്കൂറിലെ ആ രോഗിയെ മനസ്സിലാക്കുന്നതിൽ വഴിയായിട്ട് ഒരു മെഡിസിനും ഇല്ലാതെ IBS എനിക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് IBS ഉള്ള വ്യക്തിക്ക് മറ്റു കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കോൺഫ്ലിക്റ്റുകൾ, മറ്റെല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഈ IBS എന്ന ആ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സംസാരിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള അത്ര അത്ഭുതകരമായ കേസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ സമയം 9:58 നമുക്ക് ഇത്രയൊക്കെയാണ് ഈ മോർസൽ കോൺഫ്ലിക്റ്റ് എന്നതിനെ പറ്റി പറയാൻ എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിൻ സ്റ്റെമ്മിലുള്ള മോർസൽ കോൺഫ്ലിക്റ്റ്
സെറിബ്രൽ മെഡുലയുടെ സെൽഫ് ഡിവാലുവേഷൻ കോൺഫ്ലിക്റ്റ്, എക്ടോഡേമിൻ്റെ ടെറിട്ടോറിയൽ കോൺഫ്ലിക്റ്റ്. ഇതാണ് നമ്മളുടെ ആശയത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിൽ വരുന്ന കോൺഫ്ലിക്റ്റുകൾ. ഇതിൻ്റെ വ്യത്യസ്തമായ വെറാസിറ്റികൾ, വ്യത്യസ്തമായ ആശയങ്ങൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാക്ടീസിലും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്നതിലും ഒക്കെ നമുക്ക് ഒത്തിരി ഗുണപ്രദമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ പറയാം. എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അതല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ വർഗീസ് നമ്മുടെ ഒപ്പമുണ്ട്. ഡോക്ടർ വർഗീസ് ആണെങ്കിലും പറഞ്ഞു തരും. ഡോക്ടർ അനിത. ഡോക്ടർ ജി ദേവാനന്ദാണേ. പറഞ്ഞോ ദേവാനന്ദ്. നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിലെ ആ കോൺഫ്ലിക്റ്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തൈറോയിഡ് എന്ന വിഷയത്തിൽ എപ്പോഴും ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദ മോർസൽ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു ആശയത്തെ, ഈ ഒരു ജോലിയെ, ഈ ഒരു കാര്യത്തെ എനിക്ക് വേണ്ട രീതിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിടിക്കാൻ പറ്റില്ല, ഒരു ആത്മവിശ്വാസക്കുറവ്. അപ്പൊ അതിനുവേണ്ടി അയാൾക്ക് അങ്ങനെയുള്ള വ്യക്തികളിലാണ് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ്. അതിൽ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാവുകയാണെങ്കിൽ അത് പെർസിസ്റ്റന്റ് കോൺഫ്ലിക്റ്റ് സ്ഥിരമായിട്ട് നിൽക്കുക. പെർസിസ്റ്റന്റ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിലാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥ ഉണ്ടാകുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്നു. കാരണം ശരിക്കും TSH എപ്പോഴാണ് കൂടുന്നത്? പ്രവർത്തനം കുറയുമ്പോഴാണ്. ഉയർന്ന TSH ലെവൽ എന്ന് പറയുന്നത് പ്രവർത്തനം കുറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ആയിരുന്നതിനാൽ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ TSH കുറഞ്ഞു പോയി. TSH കുറയുന്ന അവസ്ഥയാണല്ലോ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഗ്രേവ്സ് ഡിസീസ് എന്ന വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നു. അത് നമുക്ക് ആ രോഗിയിൽ നമുക്കത് പഠിച്ചെടുക്കാൻ സാധ്യമാണ്. പിന്നെ ഞാനിന്ന് നിങ്ങൾക്കൊരു ബുക്കിന്റെ ഒരു ഭാഗം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഡോക്ടർ ബോൺ എബിലിന്റെ ദ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞൊരു അതിൻ്റെ ഒരു PDF എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇന്ന് ഈ ഗ്രൂപ്പിൽ അടുത്ത ദിവസം ഇട്ട് തരാം. അതിൽ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ പെർസിസ്റ്റന്റ് റിപ്പയർ ഫേസ്, അതാണ് ഡോക്ടർ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്. ഓക്കെ ഡോക്ടറെ. താങ്ക് യു. ഡോക്ടർ അനിത. ഹലോ സാറേ. ആരും ചാറ്റ് ഒന്നുമില്ല. നമുക്കെന്നാ ഫിനിഷ് ചെയ്യാമെന്നോ? ഓക്കെ, ആർക്കൊന്നും ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഫിനിഷ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? നമുക്കിത് ആകെയുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ വന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആശയത്തിനെ നമുക്ക് മനസ്സിലാക്കാനോ ഈ ഒരു ആശയത്തിൽ മുന്നോട്ട് പോകാനോ സാധ്യമാവില്ല. ഡോക്ടറെ ഒരു കാര്യം, അതെ അപ്പൻഡിസൈറ്റിസിന്റെ കാര്യത്തില് പ്രായം കുറഞ്ഞവരിലൊക്കെ ആണെങ്കിലും അവര് അത്രയും തീരെ പ്രായം കുറഞ്ഞവരിലും ഈ പറഞ്ഞ ആശയങ്ങൾ ഉണ്ട്. ശരിക്കും തീരെ കൊച്ചുകുട്ടികളിൽ അങ്ങനെ വരുന്നില്ലല്ലോ. തീരെ കൊച്ചുകുട്ടികളിൽ വരികയാണെങ്കിൽ അത് പലപ്പോഴും മാതാപിതാക്കളുടെ ഒരു 10-20 വയസ്സൊക്കെ ആവുമ്പോഴേ അവരിത്ര ശേഖരിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അവിടെ നമുക്ക് ശേഖരിച്ചു വെച്ചു, നമ്മൾക്ക് ഇങ്ങനെയൊരു പറയുന്ന സമയത്ത് ശേഖരിച്ചു വെച്ചു എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അവരുടെ ശേഖരം എന്ന് പറയുന്നത് ചിലപ്പം പണം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അവർ വേറെ എന്തെങ്കിലും ആയിരിക്കും ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസവും അങ്ങനെ വിചാരിച്ച നമ്മൾ ഒരു ആശയമാണ് ഡോക്ടറെ ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പൊ നമ്മൾ പണത്തിന്റെ കാര്യം പറയുമ്പോൾ പണം മാത്രമല്ലല്ലോ ഇത്. അല്ല, ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അവര് വിചാരിച്ച ജോലി കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരിൽ വരും. ആകാം. എന്താണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. എന്താ വന്നു കഴിഞ്ഞിട്ടല്ലേ പറയാൻ സാധിക്കുള്ളൂ. എന്താണ് അവരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി എടുക്കണം.
മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് ശരിക്കും ഈ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് ഒരു ആശയമേ നമുക്ക് പറയാൻ സാധ്യമാവുള്ളൂ. ഓക്കെ ഡോക്ടർ. ഓക്കെ, ശരി പങ്കജവല്ലി ഡോക്ടറെ. ഓക്കെ. ഓക്കെ. സാറേ നമുക്ക് എന്നാ എൻഡ് ചെയ്യാം അല്ലേ സാറേ? ഓക്കെ, ആയിക്കോട്ടെ ഡോക്ടറെ. ഓക്കെ ഡോക്ടറെ, അപ്പൊ താങ്ക് യു ഓൾ. സാറിന്റെ നല്ലൊരു സെഷൻ ആയിരുന്നു, വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഷെയർ ചെയ്യാം, യൂട്യൂബിൽ ഇടാം. സാറിന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഇതും കൂടെ നെക്സ്റ്റ് ഡേയിൽ ഇടാം. ബുക്കിന്റെ പേരൊന്ന് പറയാമോ? ദ സൈക്കിക് റൂട്ട് ഓഫ് ഡിസീസ്. അതിന്റെ PDF ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിൽ. താങ്ക് യു ഡോക്ടർ. അതൊരു കുറെ പേജ് ഉണ്ട്, 450 പേജ് ഉണ്ട്. വലിയതാണ്, ചെറുതല്ല. നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണോ? വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കണം. എന്നാണെങ്കിലും നമ്മുടെ കേരളത്തിൽ തൽക്കാലം ഇല്ല. ഇനി ആമസോണിലെക്കാനും ഉണ്ടോ ഇല്ലയോ എന്നതിന് അറിഞ്ഞൂടാ. ഡോക്ടർ വർഗീസിന് അതിനെപ്പറ്റി പറയാൻ പറ്റും. അത് ഡൗൺലോഡബിൾ ആണ് ഡോക്ടർ ശ്രീകുമാറെ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം നമുക്ക്. വളരെ ചീപ്പായിട്ട് ഇപ്പം സംഗതി ഒരു ബുക്ക് നമ്മുടെ കിട്ടും. കാരണം പുള്ളിക്കാരൻ അത്ര വിശാല മനസ്കനാണ്. ജോൺ ഏബൽ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി നമ്മുടെ ഫാക്കൽറ്റി ആണ്. പുള്ളി നമ്മുടെ ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് എന്റെ കൈവശമുണ്ട്, ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. അതിന്റെ വീഡിയോയും ഉണ്ട് പുള്ളിയുടെ ക്ലാസ്സസ് ഒക്കെ. ഇറ്റ്സ് എ വെരി സ്ട്രോങ് സപ്പോർട്ടർ, സ്റ്റിൽ ലിവിങ്, സീനിയർ ആണ്. നമ്മുടെ വേദിയിലൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ സെലിബ്രേഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ വർഷവും നമ്മൾ ഇവരെയൊക്കെ പങ്കെടുപ്പിക്കാണ്ട് ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അതിൻ്റെ അകത്തും ഇമേജസ് ഒക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആണ്. അത് ഞാനിവിടെ ഷെയർ ചെയ്യാം അല്ലേ ഡോക്ടറെ? എല്ലാവരും കൊണ്ട് എടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ച് 400 പേജ് ഉണ്ട്. ഒരു 3-4 ദിവസം 3-4 പ്രാവശ്യം ഇരുന്ന് വായിച്ചാൽ വളരെ ഈസിലി. 400 രൂപയ്ക്ക് അപ്പൊ 400 രൂപയ്ക്ക് ഇവിടെ തളിപ്പറമ്പിലൊക്കെ 300 രൂപയ്ക്ക് 400 പേജ് പ്രിന്റ് ചെയ്ത് കിട്ടും ഇപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനിൽ. ഇതൊന്നും ഒരു ചിലവുള്ള കാര്യമല്ല. കിട്ടാൻ പോകുന്നതിന്റെ സ്വത്തിന്റെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബൂൺ. ഞാൻ പലർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു നേരത്തെ. പിന്നെ അത് ആരും ഉപയോഗപ്പെടുത്തിയില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഷെയറിങ് എടുത്തു. ഞാൻ എന്താണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം ആവശ്യമുള്ളവർ എടുക്കട്ടെ അല്ലേ? പിന്നെ ഇത് നിരന്തരം വായിക്കുക, നിരന്തരം പഠിക്കുക. ഞാൻ 10-25 പ്രാവശ്യം കേട്ടാലും ഇന്നത്തെ ശശിയുടെ ക്ലാസ് അത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതൊരു ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമല്ല. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി വർക്ക് ഓൺ ഇറ്റ്, ബട്ട് ദി ബെനിഫിറ്റ് വിൽ ബി ഇമ്മെഷറബിൾ, ഇൻവാല്യുബിൾ. ഓക്കെ, താങ്ക് യു ഡോക്ടർ ശശി. താങ്ക് യു ഡോക്ടർ. സോ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം വീണ്ടും കാണാം.